നമസ്കാരം. കേരളം വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് യുദ്ധത്തിലേക്ക് അടുക്കുകയാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് വെറും ഒരു വോട്ടെടുപ്പ് മാത്രമായിരിക്കില്ല. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം തന്നെ തിരുത്തി കുറിക്കാൻ പോകുന്ന ഒരു മാസ്റ്റർ ഗെയിം ആയിരിക്കും അതെന്ന് ഉറപ്പാക്കാവുന്നതാണ്. എന്തായാലും 2024 ജൂൺ 4 തൃശ്ശൂരിൽ സുരേഷ് ഗോപി വിജയിച്ചപ്പോൾ പലരും അത് സുരേഷ് ഗോപിയുടെ വ്യക്തിപ്രഭാവം മാത്രമാണെന്ന് പറഞ്ഞ് നിസ്സാരവൽക്കരിച്ചു. എന്നാൽ BJPയുടെ ചാണക്യൻ അമിത്ഷാ അന്ന് ചിരിച്ചത് മറ്റൊരു പ്ലാൻ മനസ്സിൽ കണ്ടുകൊണ്ടാണ്. മിഷൻ 2026 എന്ന് നമുക്കതിനെ പറയാം. ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് അതിശയിപ്പിക്കുന്ന എന്നാൽ വിശ്വസിക്കാൻ പാകത്തിനുള്ള 3 എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ്. ഒന്ന്, മലയാളികളുടെ പ്രിയങ്കരനായ മാളികപ്പുറം താരം ഉണ്ണിമൂന്തൻ പാലക്കാട് നിന്ന് ജനവിധി നേടാൻ പോകുന്നു എന്ന വാർത്ത. അതിന് മുന്നോടിയായി വരുന്ന മാ വന്ദേ എന്ന സിനിമ എങ്ങനെയാണ് കേരള രാഷ്ട്രീയത്തെ ഉഴുതുമറിക്കാൻ പോകുന്നു എന്നത് ഒന്നാമത്തെ കാര്യം. 2, സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന്റെ രാഷ്ട്രീയ പ്രവേശനത്തെ കുറിച്ചാണ്. കൊല്ലത്ത് മുകേഷിനെതിരെ റോബിൻ വരുമോ എന്നതാണ് അത്. ഇതൊരു വെറും ഒരു പബ്ലിക് സ്റ്റണ്ടിന് വേണ്ടിയിട്ടുള്ള കാര്യമാണോ? അടുത്തത് വെറും വർത്തമാനമല്ല, കണക്കുകൾ വെച്ച് നോക്കിയാൽ 2026 BJP കേരളത്തിൽ 10 സീറ്റുകൾക്ക് വരെ സാധ്യതയുണ്ട്. അതിൽ കൂടുതൽ എങ്ങനെ നേടുമെന്നതിനെ കുറിച്ചൊക്കെ തന്നെയാണ്. 2026 BJPക്ക് കേരളത്തിൽ 10 സീറ്റുകൾ വരെ നേടാൻ സാധിക്കുമോ എന്നതാണ്. ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം രാഷ്ട്രീയ കേരളത്തെ ഞെട്ടിക്കുന്നത് തന്നെയാണ്. വീഡിയോ ഒരു അല്പം പോലും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. കാരണം ഈ പറയുന്ന കാര്യങ്ങൾ നാളെ സംഭവിച്ചേക്കാം എന്നതാണ് ഒരു വലിയൊരു കാര്യം. ആദ്യം നമുക്ക് എല്ലാവരും ഉറ്റുനോക്കുന്ന ആ വലിയ പേരിലേക്ക് വരാം. അതെ, ഉണ്ണിമൂന്തനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ ഉണ്ണിമൂന്തൻ ചോക്ലേറ്റ് നായകനായിരുന്നുവെങ്കിൽ മേപ്പടിയാൻ, മാളികപ്പുറം എന്നീ സിനിമകളിലൂടെ അദ്ദേഹം തന്റെ ഇമേജ് തന്നെ മാറ്റിമറിക്കുകയുണ്ടായി. കേരളത്തിലെ ഹൈന്ദവ വിശ്വാസികൾക്കിടയിലും സാധാരണ കുടുംബങ്ങൾക്കിടയിലും ഉണ്ണിക്ക് വലിയൊരു സ്വാധീനമുണ്ടെന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ വെറും സിനിമയെ കുറിച്ചല്ല. ഉണ്ണിമൂന്തൻ നായകനാവുന്ന പുതിയ ബ്രഹ്മാണ്ഡ ചിത്രമാണ് മാ വന്ദേ എന്നത്. എന്താണ് ഈ സിനിമയുടെ പ്രത്യേകത എന്ന് നമുക്ക് നോക്കേണ്ടതുണ്ട്. ഇത് ഒരു ബയോപിക് സിനിമയാണ്. സാക്ഷാൽ ഭാരതീയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജീവിതകഥയെ കുറിച്ചാണ്. ഗുജറാത്തിലെ ഒരു സാധാരണ ചായക്കടക്കാരനിൽ നിന്ന് ലോക നേതാവായി മാറിയ മോദിയുടെ കഥ. ഈ സിനിമയിൽ മോദിയായി വേഷമിടുന്നത് ഉണ്ണിമൂന്തനാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, 2026 തെരഞ്ഞെടുപ്പ് ആ സമയത്ത് തന്നെ കേരളത്തിലെ തിയേറ്ററുകളിൽ ചിലപ്പോൾ മാ വന്ദേ ഓടിക്കൊണ്ടിരിക്കുകയായിരിക്കും. സ്ക്രീനിൽ നരേന്ദ്രമോദിയുടെ രൂപത്തിലും ഭാവത്തിലും ഉണ്ണിമൂന്തൻ നിറഞ്ഞു നിൽക്കുന്നുണ്ടാവും. ആ സമയത്ത് അതേ ഉണ്ണിമൂന്തൻ കാവിഷാളുമണിഞ്ഞ് പാലക്കാട് മണ്ഡലത്തിൽ വോട്ട് ചോദിക്കാൻ ഇറങ്ങിയാൽ എങ്ങനെയായിരിക്കും കാര്യങ്ങൾ? അത് വോട്ടർമാർക്ക് ഉണ്ടാക്കുന്ന ഒരു സൈക്കോളജിക്കൽ ഇമ്പാക്റ്റ് എത്ര വലുതായിരിക്കും എന്നതാണ് ഒരു വലിയ കാര്യം. BJPക്ക് ആവശ്യം വെറും ഒരു സ്ഥാനാർത്ഥിയെ മാത്രമല്ല, സുരേഷ് ഗോപിയെ പോലെ ജനങ്ങൾ സ്നേഹിക്കുന്ന എന്നാൽ പാർട്ടിയുടെ ആശയങ്ങളോട് 100% കൂറ് പുലർത്തുന്ന ഒരു ഐക്കണിനെയാണ്. ആ റോളിലേക്ക് ഉണ്ണിമൂന്തൻ കൃത്യമായിട്ട് ഫിറ്റ് ആവുമെന്നത് സത്യമായിട്ടുള്ള ഒരു കാര്യമല്ലേ? എന്തുകൊണ്ടാണ് പാലക്കാട് തിരഞ്ഞെടുക്കാൻ കാരണം? പാലക്കാട് BJPയുടെ ഉരുക്കുകോട്ടയാണ്. BJP ഭരിക്കുന്ന പാലക്കാട് മുനിസിപ്പാലിറ്റി തന്നെ അതിന് ഉദാഹരണമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മെട്രോമാൻ E ശ്രീധരൻ വെറും 3000 വോട്ടുകൾക്കാണ് അവിടെ പരാജയപ്പെട്ടത്. അന്ന് E ശ്രീധരന്റെ പ്രായം ഒരു തടസ്സമായിരുന്നെങ്കിൽ ഇത്തവണ ഉണ്ണിമൂന്തന്റെ യുവത്വം ആ വിടവ് നികത്തുമെന്നത് ഒരു വലിയ കാര്യമാണ്. പാലക്കാട്ടെ യുവാക്കളെയും സ്ത്രീകളെയും ഒരുപോലെ ആകർഷിക്കാൻ ഉണ്ണിക്ക് കഴിയും എന്നത് ഒരു പാർട്ടിയുടെ കണക്കുകൂട്ടലിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ വിഷയത്തിലേക്ക് കടക്കാം. കുറച്ചുകൂടി കൗതുകരമായ എന്നാൽ സോഷ്യൽ മീഡിയയിൽ തീ പിടിക്കുന്ന ചർച്ചയാണ്. അതിപ്പോ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ കുറിച്ചാണ് പറയുന്നത്. ബിഗ് ബോസ് മലയാളം സീസൺ 4 മലയാളികൾക്ക് സുപരിചിതനായ റോബിൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ പോകുന്ന വാർത്തകൾ വരാൻ തുടങ്ങിയിട്ട് കാലം കുറച്ച് തന്നെ ആയിട്ടുണ്ട്. അടുത്തിടെ റോബിൻ തന്റെ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച ചില പോസ്റ്റുകളും കൊല്ലം കേന്ദ്രീകരിച്ച് അദ്ദേഹം നടത്തുന്ന ചില നീക്കങ്ങളും വിരൽ ചൂണ്ടുന്നത് ഒരേ ഒരു കാര്യത്തിലേക്കാണ്. കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ BJP ടിക്കറ്റിൽ റോബിൻ മത്സരിക്കുമെന്നതാണ്. പലരും ഇതിനെ പുച്ഛിച്ച് തള്ളുന്നുണ്ട്. ഇതൊരു പബ്ലിസിറ്റി സ്റ്റണ്ട് അല്ലേ എന്ന് ചോദിക്കുന്നവർ നിരവധിയാണ്. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഇന്നത്തെ കാലത്ത് രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു പെർസെപ്ഷൻ കൂടിയാണ്. യൂത്ത് ഫാൻ ബേസ് ഉള്ള റോബിൻ സോഷ്യൽ മീഡിയയിൽ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്.
രാഷ്ട്രീയം നോക്കാതെ റോബിനെ സ്നേഹിക്കുന്ന ഒരു പറ്റം യുവാക്കൾ, പ്രത്യേകിച്ച് അവർക്ക് ആർമി എന്നൊക്കെ വിളിക്കുന്ന തരത്തിലേക്ക് ഫാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അമ്മമാരുണ്ട്, ഒരുപാട് പേര് അദ്ദേഹത്തിന് ഫാൻസ് ആയിട്ടുണ്ട്. ഈ വോട്ടുകളൊക്കെ പെട്ടിയിലാക്കാനായിട്ട് റോബിന്റെ സ്ഥാനാർത്ഥിത്വം സഹായിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റൊരു കാര്യം, മുകേഷിനെതിരെ ഒരു ഗ്ലാമർ പോരാട്ടമാണ് അവിടെ വരാൻ പോകുന്നത്. നിലവിൽ നടൻ മുകേഷാണ് കൊല്ലം MLA. മുകേഷിനെതിരെ മറ്റൊരു സെലിബ്രിറ്റിയെ നിർത്തുക എന്നത് BJPയുടെ ചിലപ്പോൾ ഒരു തന്ത്രമായിരിക്കാം. ഇതിൽ നെഗറ്റീവ് പബ്ലിസിറ്റി എന്നൊരു ഫാക്ട് ഉണ്ട്. റോബിനെ ചുറ്റിപ്പറ്റി വിവാദങ്ങൾ ഉണ്ടെങ്കിലും എനി പബ്ലിസിറ്റി ഈസ് ഗുഡ് പബ്ലിസിറ്റി എന്ന് വിശ്വസിക്കുന്നവരാണ് ഇന്നത്തെ രാഷ്ട്രീയക്കാരെന്നതാണ് അടുത്ത കാര്യം. റോബിൻ വന്നാൽ കൊല്ലം മണ്ഡലം കേരളം മുഴുവൻ ശ്രദ്ധിക്കാനായിട്ട് സാധ്യതയുണ്ട്. റോബിൻ ജയിക്കുമോ എന്നത് രണ്ടാമത്തെ കാര്യമാണ്. പക്ഷേ BJPക്ക് കൊല്ലത്ത് ഇതുവരെ കിട്ടാത്ത മീഡിയ അറ്റൻഷൻ നേടിക്കൊടുക്കാനായിട്ട് എന്തായാലും റോബിന് കഴിയുമെന്നതാണ് യാഥാർത്ഥ്യം. BJP അനിൽ ആന്റണിയെയും പത്മജയെയും സ്വീകരിച്ചെങ്കിൽ റോബിനെയും ഒരു പരീക്ഷണമായി കാണാൻ മടിക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഗൗരവമുള്ള ഒരു ചോദ്യമുണ്ട്. സിനിമയും സ്റ്റാറും ഒക്കെ മാറ്റി നിർത്തിയാൽ BJP ശരിക്കും 10 സീറ്റ് കിട്ടുമോ എന്നതാണ്. അതോ ഇതൊക്കെ വെറും തള്ളാണോ എന്നതാണ് അടുത്തൊരു സംശയം. നമുക്ക് കണക്കുകൾ തന്നെ പരിശോധിച്ചിട്ട് ഇതിനുള്ള ഉത്തരം നോക്കാം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലെ 11 നിയമസഭാ മണ്ഡലങ്ങളിൽ BJP ഒന്നാമതെത്തിയിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, തൃശ്ശൂർ ജില്ലയിലെ തൃശ്ശൂര്, ഒല്ലൂര്, അതുപോലെ നാട്ടിക, ആലപ്പുഴയിലെ മാവേലിക്കര, ചെങ്ങന്നൂരൊക്കെ ഇവിടെ ഒരു റേഞ്ചിലേക്ക് BJP എത്തിയിട്ടുണ്ട്. കളത്തിൽ ഒന്നാമത് തന്നെയാണ്. ഇവിടെ BJP ഉപയോഗിക്കാൻ പോകുന്ന തന്ത്രം 35% മാജിക് ആണ്. അതായത് കേരളത്തിൽ ശക്തമായ ഒരു ത്രികോണ മത്സരം നടക്കുമ്പോൾ ജയിക്കാൻ 50% വോട്ട് ആവശ്യമില്ലാത്തൊരവസ്ഥ മാറി. അതുകൊണ്ട് വെറും 35 മുതൽ 38% വരെ വോട്ട് നേടിക്കഴിഞ്ഞാൽ ആർക്കും ഇവിടെ ജയിക്കാൻ പറ്റും. തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് സംഭവിച്ചത് അത് തന്നെയാണ്. പരമ്പരാഗതമായിട്ട് കോൺഗ്രസിനും CPM-നും വോട്ട് ചെയ്തിരുന്നവർ അവിടെ ഒരു വിള്ളൽ വരുത്തിയതിന് ശേഷം ആ വോട്ടുകൾ തങ്ങളിലേക്ക് എത്തിക്കുക എന്നതായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനായിട്ട് 2 വഴികളാണ് BJP നോക്കുന്നത്. ഒന്ന്, ക്രൈസ്തവ വോട്ടുകളാണ്. തൃശ്ശൂരിൽ ക്രൈസ്തവ വോട്ടുകൾ വലിയ തോതിൽ BJPക്ക് ലഭിച്ചിട്ടുണ്ട്. മധ്യ കേരളത്തിൽ, അതായത് കോട്ടയം, ഇടുക്കി, പത്തനംതിട്ടയിലൊക്കെ സഭകളുമായി അടുത്ത് പ്രവർത്തിച്ച് ഈ വോട്ടുകൾ ഉറപ്പാക്കുക എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഭരണവിരുദ്ധ വികാരമുണ്ട്. LDF സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം UDF-ലേക്ക് പോകാതെ BJPയിലേക്ക് തിരിച്ചുവിടുക എന്നതാണ് അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം. ഇനി 11 A ക്ലാസ് മണ്ഡലങ്ങളിൽ 35% വോട്ട് ഉറപ്പാക്കിയാൽ അതിൽ 10 സീറ്റ് എന്നത് BJPക്ക് സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ചുരുക്കത്തിൽ 2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ ഏറ്റവും കടുപ്പമേറിയ ഒന്ന് തന്നെയായിരിക്കും. ത്രില്ലിംഗ് ആയതും അത് തന്നെയായിരിക്കും. കാരണം ഒരു വശത്ത് ഉണ്ണിമുകുന്ദനെ പോലെയുള്ള നാഷണലിസ്റ്റ് ഐക്കണുകളുണ്ട്, മറുവശത്ത് റോബിനെ പോലെയുള്ള വൈറൽ താരങ്ങളുണ്ട്. ഇവർക്കൊപ്പം സുരേഷ് ഗോപിയുടെ കരുത്തും അമിത്ഷായുടെ തന്ത്രങ്ങളും എല്ലാം തന്നെ ഒരു ഭാഗത്ത് മാറി നിൽക്കുന്നുണ്ട്. അവിടെ ആലപ്പുഴയിലാണെങ്കിൽ ഒരു പ്രതീക്ഷ നൽകുന്ന കുറെ പഞ്ചായത്തുകൾ നേടിയിട്ടുണ്ട്. അവിടെയും വലിയ കരുത്താവാനായിട്ട് BJPക്ക് സാധ്യതയുണ്ട്. ഇടത് വലത് മുന്നണികൾ ഇനിയൊരു ഈസി വേ എന്തായാലും ഉണ്ടാവില്ല. കേരളം ഒരു രാഷ്ട്രീയ മാറ്റത്തിനുള്ള തയ്യാറെടുപ്പ് പോലെ നമുക്ക് തോന്നും. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അങ്ങനെ ഒരു മാറ്റം ഉണ്ടാവുമോ? ഉണ്ണിമുകുന്ദൻ പാലക്കാട് മത്സരിച്ചാൽ ജയിക്കുമോ? റോബിൻ രാധാകൃഷ്ണൻ രാഷ്ട്രീയത്തിന് പറ്റിയ ആളാണോ? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റായിട്ട് രേഖപ്പെടുത്തുക. കൂടുതൽ പൊളിറ്റിക്കൽ അപ്ഡേറ്റുകൾക്കായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. മറ്റൊരു വീഡിയോയിലൂടെ കാണാം. അപ്പോൾ ഇതിൽ ഇനി എന്തെങ്കിലും ചേർക്കാത്തതുണ്ടെങ്കിൽ, ആഡ് ചെയ്യാത്തതുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് പറയാം. ഞാൻ പറഞ്ഞതുപോലെ ആലപ്പുഴ അത് വലിയ പ്രതീക്ഷ തന്നെയാണ്. ആലപ്പുഴ, തൃശ്ശൂർ, തിരുവനന്തപുരം, കാസർഗോഡ് ഈ 3 ജില്ലകളിൽ, 4 ജില്ലകളിൽ, അതായത് തിരുവനന്തപുരം, ആലപ്പുഴ, തൃശ്ശൂര്, അതുപോലെ അവസാനമായിട്ട് കാസർഗോഡ്, ഈ 4 ജില്ലകളിൽ വലിയ രീതിയിലേക്ക് BJPക്ക് വളരാൻ സാധ്യതയുള്ള കാര്യമാണ്. അതുകൊണ്ട് 10 സീറ്റ് എന്നത് ഒരിക്കലും കിട്ടാക്കനിയല്ല ഇപ്പോൾ BJPയെ സംബന്ധിച്ചതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിനുള്ള എല്ലാ സാധ്യതകളും ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. തിരുവനന്തപുരത്തൊക്കെ ഇപ്പൊ മേയറായിട്ട് വന്നിട്ടുള്ള നമ്മുടെ ആ ഒരു മാറ്റം, പുതിയ മേയറുടെ ഒരു നല്ലൊരു വ്യക്തിപ്രഭാവവും ഒപ്പം തന്നെ BJPക്ക് അവിടെ കിട്ടിയ ഒരു വാല്യൂ ഒക്കെ നമുക്കിപ്പോൾ കണ്ടറിയാം. വലിയൊരു പ്രതീക്ഷയാണ് തിരുവനന്തപുരത്തുള്ളത്. തിരുവനന്തപുരം ചിലപ്പോൾ മൊത്തമായിട്ട് അങ്ങ് എടുക്കാൻ സാധ്യതയുണ്ട്. സുരേഷ് ഗോപിയുടെ ഭാഷയിൽ നോക്കി കഴിഞ്ഞാൽ തൃശ്ശൂർ ഞാൻ അങ്ങ് എടുക്കുക എന്ന് പറഞ്ഞ പോലെ തിരുവനന്തപുരം ഒക്കെ അങ്ങ് എടുക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. കാസർഗോഡും പ്രതീക്ഷയാണ്, തൃശ്ശൂരും 1-2 മണ്ഡലങ്ങൾ പ്രതീക്ഷയുണ്ട്. നമുക്ക് നോക്കാം ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അതൊന്ന് കമന്റായിട്ട് രേഖപ്പെടുത്തൂ.